വിശദമായ വാർത്തകളിലേക്ക്. വാഹന ലൈസൻസ് രജിസ്ട്രേഷൻ നിരക്ക് കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ. വാഹന രജിസ്ട്രേഷൻ നിരക്ക് 10 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് 2500 രൂപയിൽ നിന്ന് 10000 രൂപയായി വർദ്ധിപ്പിച്ചു. ഗതാഗത മന്ത്രാലയമാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസ് ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചത്. വാഹനപ്രേമികൾക്ക് തിരിച്ചടി നൽകി രജിസ്ട്രേഷൻ നിരക്കിൽ പ്രതീക്ഷിക്കാത്ത വർധനവ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 2500 രൂപ എന്നത് പുതിയ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇനി 10000 രൂപ നൽകണം. ഇറക്കുമതി ചെയ്യുന്ന ബൈക്കുകൾക്കും കാറുകൾക്കും തത്തുല്യമായ രീതിയിൽ വർധനവുണ്ട്. ബൈക്കുകൾക്ക് മിനിമം നിരക്ക് 250 രൂപയിൽ നിന്നും 1500 മുകളിലേക്കും കാറുകൾക്ക് 800 രൂപയിൽ നിന്നും 5000 മുകളിലേക്കും ഉയർത്തി. ഡ്രൈവിംഗ് പഠിക്കുന്നതിനും ഇനി ചിലവേറും. ഡ്രൈവിംഗ് സ്കൂളുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് 2500 രൂപ എന്നത് 10000 വർദ്ധിപ്പിച്ചു. രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റിന് 1000 രൂപ നൽകണം. ഓട്ടോറിക്ഷകളുടെ രജിസ്ട്രേഷൻ നിരക്ക് 300 രൂപയ്ക്ക് പകരം 1000 രൂപയായി. കഴിഞ്ഞ ഒരു വർഷമായി ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന കാരണമാണ് നിരക്ക് വർധനവിനെ ന്യായീകരിച്ച് ഗതാഗത മന്ത്രാലയം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് വിഭാഗവുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കും. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ച. പ്രിയങ്ക ഗാന്ധിയുമായി അഖിലേഷ് യാദവ് സഖ്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും സൂചനയുണ്ട്. 403 നിയമസഭാ സീറ്റിൽ 90 മുതൽ 105 സീറ്റ് വരെ കോൺഗ്രസിന്. ബാക്കിയുള്ള 300-നടുത്ത സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് വിഭാഗം മത്സരിക്കും. ഇതാണ് നിലവിൽ കോൺഗ്രസ് സമാജ്വാദി സഖ്യ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഫോർമുല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഷീലാ ദീക്ഷിത് പിന്മാറും. പകരം മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അഖിലേഷ് യാദവ് ആയിരിക്കുമെന്ന ഉറപ്പും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവുമായി ചർച്ച നടത്തിയെന്ന സൂചനയുമുണ്ട്. വിദേശയാത്രയിലായിരിക്കുന്ന രാഹുൽ ഗാന്ധി അടുത്ത ദിവസം ഇന്ത്യയിൽ തിരിച്ചെത്തും. തുടർന്ന് ജനുവരി 9-ന് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. അടുത്തയാഴ്ച തന്നെ ഔദ്യോഗികമായി സഖ്യപ്രഖ്യാപനം നടത്താനാണ് ഇരുവിഭാഗവും ആലോചിക്കുന്നത്. എന്നാൽ സമാജ്വാദി പാർട്ടിയിലെ രൂക്ഷമായ തർക്കം കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. മുലായം സിംഗ് ഇല്ലാത്ത സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 200-ലേറെ MLA-മാരും 1 ഡസൻ MP-മാരും അഖിലേഷ് യാദവിനൊപ്പമുണ്ട് എന്നതും ഹൈക്കമാൻഡിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉത്തർപ്രദേശിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഏതാണ്ട് പൂർണ്ണമായും പുറത്തായ കോൺഗ്രസ് അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തെ കാണുന്നത്. യാദവ മുസ്ലിം വോട്ടുകൾ തന്നെയാണ് ലക്ഷ്യം. ACC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. നോട്ട് നിരോധനത്തിന് പാർട്ടിക്കകത്ത് എതിർപ്പുകൾ ഉണ്ടെന്ന വിമർശനം മറികടക്കാൻ BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം. നോട്ട് നിരോധനത്തെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക പ്രമേയത്തിന്റെ കരടിന് BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായുള്ള ഭാരവാഹി യോഗം അംഗീകാരം നൽകി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗം ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും രൂപം നൽകും. നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായി ചേർന്ന ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാന അധ്യക്ഷന്മാരുടെയും യോഗമാണ് പ്രമേയങ്ങളുടെ കരടിന് അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരും പാർട്ടിയും തമ്മിൽ മികച്ച ഏകോപനമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രമേയങ്ങൾ. രാഷ്ട്രീയ പ്രമേയം, സാമ്പത്തിക പ്രമേയം, വിദേശ നയത്തെ സംബന്ധിക്കുന്ന പ്രമേയം എന്നിവയാണ് നിർവാഹക സമിതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നോട്ട് നിരോധനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ് സാമ്പത്തിക പ്രമേയം. നോട്ട് അസാധുവാക്കിയതിനെതിരെ പാർട്ടിക്കകത്തു തന്നെ എതിരഭിപ്രായങ്ങളുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം മറികടക്കുകയാണ് പ്രമേയം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. സൈന്യം അതിർത്തി കടന്ന് നടത്തിയ മിന്നലാക്രമണത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ അഭിനന്ദിക്കുന്നു. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ നിർവാഹക സമിതി യോഗമാണ് 2 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശാണ് BJPയുടെ അഭിമാന പ്രശ്നം. അവിടെ ഇതുവരെ അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് നേരത്തെ ഏകദേശ ധാരണ രൂപപ്പെട്ടിരുന്നു. എന്നാൽ നോട്ട് നിരോധനത്തിന്റെ ആഘാതം തിരിച്ചടിയാകുമോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏറെ നിർണായകമാണ്. നോട്ട് നിരോധനം സജീവ ചർച്ചയാകുമെന്നിരിക്കെ ഈ തീരുമാനത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ഉറപ്പാക്കുന്ന പ്രമേയമാണ് യോഗത്തിലുണ്ടാവുക. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്ര ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ട അടിയന്തര സ്വഭാവമുള്ളതല്ലെന്ന് കോടതി വ്യക്തമാക്കി. ബജറ്റ് അവതരണം മാർച്ചിലേക്ക് മാറ്റണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം.
വാർത്തകൾ തുടരുന്നു. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിലും നിർമ്മാണ പിഴവ്. പുതിയ നോട്ടിന്റെ നിറമിളകി ഉപയോഗശൂന്യമായി മാറുന്നതാണ് പ്രതിസന്ധി. ഇത്തരം നോട്ടുകൾ മാറ്റി നൽകാൻ റിസർവ് ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട്. വൈറ്റിലയിലെ ചുമട്ടുതൊഴിലാളിയായ സിജോയ്ക്ക് ഒരു ദിവസത്തെ അധ്വാനത്തിന് കിട്ടിയ വേതനമാണിത്. 500-ന്റെ പുതിയ 2 നോട്ടുകൾ. കിട്ടിയ കൂലിയും പോക്കറ്റിലിട്ട് ജോലി തുടർന്നു. ഫലം ഒരു ദിവസത്തെ അധ്വാനം പാഴായി. വിയർപ്പിൽ നനഞ്ഞതിനെ തുടർന്ന് നോട്ടിലെ നിറമിളകി ഉപയോഗശൂന്യമായി മാറി. നമ്മളൊരു സാധാരണക്കാര ചുമട്ടുതൊഴിലാളിയാണ്. ഈ 1000 രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് പണിയെടുക്കുന്നതിനിടയിൽ വേർക്കുകയും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പുതിയ നോട്ടിൻ്റെ അവസ്ഥ ഇതാണ്. നോട്ട് മാറ്റിയെടുക്കാൻ റിസർവ് ബാങ്കിനെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരു ദിവസം പണിയും കളഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്നൊന്നും അത് മാറാൻ പറ്റില്ല. ഈ അന്നുള്ള തൊഴിൽ ചെയ്തുള്ള ഇത് മേടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് അരിയും സാധനങ്ങളും പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഈ ഒരു 1000 രൂപ മാറുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ജോലിയും കളഞ്ഞു. കറൻസി ക്ഷാമത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധം തണുപ്പിക്കാൻ 500-ന്റെ പുതിയ നോട്ടുകൾ വേഗത്തിൽ അച്ചടിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. 2000-ന്റെ പുതിയ നോട്ടുകൾക്കും ഇതേ തകരാർ തന്നെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബന്ധുനിയമന വിവാദത്തിൽ ഇ പി ജയരാജനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ. സുധീർ നമ്പ്യാർ 2-ാം പ്രതിയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണി 3-ാം പ്രതിയുമാണ്. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനെതിരെയുള്ള ബന്ധുനിയമന വിവാദ കേസിലാണ് വിജിലൻസ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. വിജിലൻസ് കോടതിയിൽ നൽകിയ എഫ്ഐആർ പ്രകാരം കേസിൽ ഇ പി ജയരാജനാണ് 1-ാം പ്രതി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ 2-ാം പ്രതിയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണി 3-ാം പ്രതിയുമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. കേസിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയകുമാർ സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള മാനേജിംഗ് ഡയറക്ടർമാരുടെ നിയമനം നടത്തുന്ന റിയാബിന്റെ മാനദണ്ഡം പാലിക്കാതെയാണ് സുധീർ നമ്പ്യാരെ നിയമിച്ചതെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പലരുടെയും ഇടപെടൽ വന്ന നിയമനമായതിനാലാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും SP റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് നാളെ കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. നോട്ട് പ്രതിസന്ധിക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങൾക്കും യോഗം രൂപം നൽകും. വിവരങ്ങളുമായി ജീവൻ കുമാർ തത്സമയം ചേരുന്നു. ജീവൻ, വിവരങ്ങളിലേക്ക്. അന്തരിച്ച വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിച്ചത്. പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്തു. സാർവദേശീയ രംഗത്തെ പുതിയ മാറ്റങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആഗോളവൽക്കരണ കാലത്തെ കാർഷിക പ്രശ്നങ്ങളും അവയിൽ സ്വീകരിക്കേണ്ട പാർട്ടി നിലപാടും കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ പരിഗണിക്കും. അതോടൊപ്പം തന്നെ നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രക്ഷോഭങ്ങളും അതിൽ ഏതൊക്കെ പാർട്ടികളുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നാളെ കേന്ദ്ര കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ച് 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന വിപുലമായ വലിയ ബഹുജന റാലി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം നാളെയും മറ്റന്നാളും തുടരും. രശ്മി, തിരികെ വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്ത് കർഷക ആത്മഹത്യയിൽ 42% വർധനവ്. ഓരോ 40 മിനിറ്റിലും ഓരോ കർഷകൻ ജീവനൊടുക്കുന്നതായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. തോറും കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നതായാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014 12360 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2015 അത് 12602 വർദ്ധിച്ചു. വിലത്തകർച്ചയും കടക്കണിയുമാണ് ഭൂരിപക്ഷം ആത്മഹത്യകൾക്കും പിന്നിലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വരൾച്ചയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും മൂലം കൃഷി നശിച്ചതും ആത്മഹത്യകൾക്കിടയാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ആത്മഹത്യ ചെയ്തവരിൽ ഭൂരിപക്ഷവും. 2015 ആത്മഹത്യ ചെയ്ത കർഷകരിൽ 72% പേരും ചെറുകിട കർഷകരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ 4291 പേരും, കർണാടകയിൽ 1569, തെലങ്കാനയിൽ 1400, മധ്യപ്രദേശിൽ 1290, ഛത്തീസ്ഗഡിൽ 950, ആന്ധ്രാപ്രദേശിൽ 916 പേരും 2015 ആത്മഹത്യ ചെയ്തു. 2014 ആത്മഹത്യ ചെയ്തവരിൽ 5650 പേർ കർഷകരും 6710 പേർ കർഷക തൊഴിലാളികളുമാണ്.
2015-ലാകട്ടെ 817 കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ 4595 കർഷക തൊഴിലാളികൾ ജീവനൊടുക്കി. ഏറ്റവും കൂടുതൽ കർഷകർ ജീവനൊടുക്കിയത് BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാണെന്നത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതയാണ്. 3360 കർഷകരാണ് 2015-ൽ മാത്രം ഇവിടെ ജീവനൊടുക്കിയത്. വിജയമല്യ അടക്കമുള്ള വൻ തട്ടിപ്പുകാരുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളുമ്പോഴാണ് 10,000 രൂപ തിരിച്ചടയ്ക്കാനാകാതെ രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് വിരോധാഭാസം. ന്യൂസ് ഡെസ്ക്. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കായി പോകുന്നവർ ക്രൂര പീഡനങ്ങൾക്കിരയാകുന്നതായി രക്ഷപ്പെട്ട് മടങ്ങിയെത്തിയ വീട്ടമ്മമാർ. വിവരിക്കാനാകാത്ത ദുരിതകഥകളുമായി ഏതാനും വീട്ടമ്മമാർ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി. മലയാളികൾ ഉൾപ്പെടെയുള്ള ഏജന്റുമാർ പീഡനത്തിന് കൂട്ടുനിൽക്കുന്നതായും ഇവർ പറഞ്ഞു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരിക്കലും ഒരു വീട്ടിൽ നമ്മൾ ഇന്ത്യയിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഇതിലും ദുരിതമായിട്ട് കിടക്കുന്നവരവിടെ രക്ഷിക്കാൻ ആരും ചെല്ലത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ അമ്മമാരുടെ പേര് നിങ്ങൾ ഇതെടുക്കണം, കേസ് എടുക്കണം. എനിക്ക് അത്ര ഉള്ളു പറയാൻ. എന്റെ ശരീരം കെട്ടിയത് എന്റെ കുഞ്ഞുങ്ങളെ നാട്ടുകാരെ പ്രാർത്ഥന കൊണ്ടാ ജീവൻ തിരിച്ചു കെട്ടിയത്. പ്രവാസി ക്ഷേമരംഗത്ത് പ്രവർത്തിക്കുന്ന CIMS കേരള എന്ന സംഘടനയുടെ ഭാരവാഹികൾക്കൊപ്പമാണ് കബളിപ്പിക്കപ്പെട്ട സ്ത്രീകൾ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തിയത്. പലവിധ പീഡനങ്ങൾക്ക് തങ്ങൾ ഇരയായതായി അവർ പറഞ്ഞു. 15 വലിയ ആൾക്കാരും അവരുടെ മക്കളും പിന്നെ അവരുടെ ഭാര്യമാരും ഒക്കെയുള്ള വീട്ടിലാണ് ഞാൻ പണിയെടുക്കേണ്ടി വന്നത്. അതിന്റെ പുറമെ വേറെ 3 വീട്ടിലും കൂടെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കണം, എന്നാൽ മാത്രമേ തിരിച്ചു കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു. ഏജന്റുമാരുടെ വാക്കും വാഗ്ദാനവും വിശ്വസിച്ച് എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെയാണ് പലരും വിദേശത്തേക്ക് കടന്നത്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഒഴിവാക്കി ചെന്നൈ, മുംബൈ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് മനുഷ്യക്കടത്തിന് ഏജന്റുമാർ ഉപയോഗിച്ചത്. നിരവധി പേർ കബളിപ്പിക്കലിനിരയായതായി CIMS കേരള ഭാരവാഹി റഫീഖ് റാവുത്തർ പറഞ്ഞു. ഈ സ്ത്രീയാണ് ജെസ്സി. UAE വഴി പോയി UAE നിന്ന് സൗദി പോയിട്ടുണ്ടോ എന്നുള്ള ധാരണയിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറയണോ ഇങ്ങനൊരു ബോഡി കിട്ടിയെന്ന്. അവരിപ്പോൾ അങ്ങോട്ട് റഷ് ചെയ്തിരിക്കേ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 4 ദിവസം മുമ്പ് കട്ടപ്പനയിൽ ഒരു ബോഡി വന്നിട്ട് ഒരു ഡൊമസ്റ്റിക് വർക്കറുടെ. എങ്ങനെ മരിച്ചു എന്നറിയാൻ ഒരു വഴിയില്ല. ഏജന്റുമാർക്ക് ലക്ഷങ്ങൾ നൽകിയാണ് ഇവർ വിദേശത്തെത്തിയത്. എന്നാൽ രക്ഷപ്പെട്ട് മടങ്ങി വരാനും വീണ്ടും പണം നൽകേണ്ടി വന്നതായും ഇവർ പറഞ്ഞു. കരളലിയിപ്പിക്കുന്ന കഥകളാണ് രക്ഷപ്പെട്ടു വന്ന വീട്ടമ്മമാർ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.